ജോലി തേടി മരുഭൂമിയിലെത്തിയൊരു മലയാളി ചെറുപ്പക്കാരൻ ഇന്ന് ലോകമറിയുന്ന ബിസിനസ്സുകാരനായ കഥ കേൾക്കണോ? തലമുറകളായി കച്ചവടം ചെയ്തു വരുന്ന തൃശൂരിനടുത്ത് നാട്ടിക എന്ന ഗ്രാമത്തിലെ മുസ്ലിയാം വീട്. 1955 നവംബർ 15 മുസ്ലിയാം വീട്ടിലെ 7 ആൺമക്കളിൽ മൂത്തവനായ അബ്ദുൽ ഖാദറിന് ആദ്യത്തെ കുഞ്ഞു പിറക്കുന്നു. കുടുംബത്തിലെ ആദ്യത്തെ പേർക്കുട്ടി. അവർ അവന് യൂസഫ് അലി എന്ന് പേരിടുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് യൂസഫ് പ്രസംഗത്തിൽ ഏറെ താല്പര്യം പ്രകടിപ്പിച്ചു. പ്രസംഗകൾക്ക് വേണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് പുതിയ അറിവുകളാണ്. അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി വളരെ ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടിയിൽ വളർന്നു. ഉപ്പായും ഉപ്പായുടെ സഹോദരങ്ങളും കച്ചവടത്തിന്റെ തിരക്കുകളിലായിരുന്നതുകൊണ്ട് കുട്ടിക്കാലത്ത് കുഞ്ഞ് യൂസഫിനെ വളർത്തിയത് അവന്റെ വല്യുപ്പയായിരുന്നു. ജീവിതത്തിൽ പുലർത്തേണ്ട മൂല്യങ്ങളെല്ലാം വല്യുപ്പയാണ് അവന് പറഞ്ഞുകൊടുത്തത്. 1950കളോടെ തന്നെ ഉപ്പായും സഹോദരങ്ങളും നാട്ടിലെ കച്ചവടം ഗുജറാത്തിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. കുടുംബത്തെ പോലെ തന്റെയും മേഖല കച്ചവടം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവൻ ബിസിനസ്സിൽ ഡിപ്ലോമ എടുക്കാൻ അഹമ്മദാബാദിലേക്ക് വണ്ടി കയറുന്നു. പഠനത്തിനിടയിൽ കിട്ടുന്ന സമയമൊക്കെയും യൂസഫ് ചെലവിടുന്നത് ഉപ്പാന്റെ സഹോദരന്റെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലായിരുന്നു. MK സ്റ്റോർ. ബിസിനസിന്റെ ബാലപാഠങ്ങൾ അവിടെ നിന്നും ആ പയ്യൻ പഠിക്കുന്നു. അവന് വേണമെങ്കിൽ ഗുജറാത്തിലെ തന്നെ കുടുംബത്തിന്റെ ഏതെങ്കിലും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ സ്വന്തമായി സ്ഥാപനം തുടങ്ങുകയോ ചെയ്യാമായിരുന്നു. എന്നാൽ ആ 20കാരനിൽ വിരിഞ്ഞ സ്വപ്നങ്ങളുടെ പറുദീസ ഗൾഫായിരുന്നു. അപ്പോഴേക്കും ഉപ്പായുടെ ഇളയ സഹോദരൻ അബുദാബിയിൽ സ്ഥാപിച്ച ഗ്രോസറി ഷോപ്പിലേക്ക് തന്റെ ജ്യേഷ്ഠപുത്രനെ ക്ഷണിക്കുന്നു. ഈ അവസരം വേണ്ടവിധം പ്രയോജനപ്പെടുത്താൻ തന്നെ ആ ചെറുപ്പക്കാരൻ തീരുമാനിക്കുന്നു. കൊച്ചുമകന്റെ ആഗ്രഹം അറിഞ്ഞ വലിയുപ്പ അവനെ അരികിലേക്ക് വിളിപ്പിച്ചു. അന്നത്തെ ഒരു 5 രൂപ നോട്ട് അവന്റെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു, "നീ എന്നും സത്യസന്ധനും ആത്മാർത്ഥതയുള്ളവനും കഠിനാധ്വാനിയും സർവോപരി ദീനിയുമായിരിക്കണം. എങ്കിൽ നിനക്കെന്നും ഉയർച്ചയുണ്ടാകും. എന്റെയും വലിയമ്മയുടെയും ദുആ നിനക്ക് എപ്പോഴും ഉണ്ടാകും." ഏതാണ്ട് 11 ദിവസത്തോളം നീണ്ടുനിന്ന കപ്പൽ യാത്രക്കൊടുവിൽ എന്നാൽ തന്റെ ഇളയാപ്പയുടെ സ്ഥാപനത്തിൽ കുടുംബത്തിലെ പേരക്കുട്ടിയുടെ അധികാരസ്ഥാനത്തേക്കല്ല അവൻ കടന്നു ചെന്നത്. കടയിലെ സ്റ്റോർ കീപ്പറായും ചരക്കുകൾ വരുമ്പോൾ കയറ്റിറക്ക് തൊഴിലാളികളുടെ ഒപ്പം കൂടിയും സെയിൽസ്മാനായുമൊക്കെ അവന് ജോലി ചെയ്യേണ്ടി വന്നു. കടയിൽ വിൽക്കുന്ന സാധനങ്ങൾ എന്തുകൊണ്ട് തനിക്ക് തന്നെ നേരിട്ട് ഇമ്പോർട്ട് ചെയ്ത് വിറ്റുകൂടാ എന്ന ചിന്ത അധികം വൈകാതെ അയാളുടെ മനസ്സിലെത്തി. അങ്ങനെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യുന്നു. സാധനങ്ങൾ കേടുകൂടാതെ സംഭരിക്കുവാനുള്ള കോൾഡ് സ്റ്റോറേജ് അൽതായിബ് കോൾഡ് സ്റ്റോർ സ്വന്തമായി തുടങ്ങുന്നു. സ്റ്റോറേജ് ഫെസിലിറ്റി വന്നതോടെ യൂസഫ് അടുത്തുള്ള കടകൾക്കും കൂടി സപ്ലൈ ചെയ്യാനും വലിയ ലാഭമുണ്ടാക്കാനും തുടങ്ങി. പിന്നീട് അയാൾ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ കച്ചവട രീതികൾ പഠിക്കുകയും ചെയ്യുന്നു. അത് അദ്ദേഹത്തിന്റെ ലോകവീക്ഷണവും കാഴ്ചപ്പാടുകളും മാറ്റിമറിച്ചു. അത് സൂപ്പർ മാർക്കറ്റ് എന്നൊരു ആശയത്തിലേക്ക് യൂസഫിനെ കൊണ്ടെത്തിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമുണ്ടായിരുന്ന ആ ബിസിനസ് മോഡലിനെ അയാൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പറിച്ചു നട്ടു. സൂപ്പർ മാർക്കറ്റിന് ആലോചിച്ചുറപ്പിച്ച് ഒരു പേരിടുന്നു, ലുലു. ലുലു എന്നാൽ അറബിയിൽ മുത്ത് എന്നാണ് അർത്ഥം. ഈ സൂപ്പർ മാർക്കറ്റാണ് പിന്നീട് ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ലുലു ഗ്രൂപ്പ് എന്ന ബ്രാൻഡിന്റെ ആരംഭം.